ഷഹനാസ് രണ്ട് കാര്യങ്ങൾ ഒന്ന്, ഈ പറയുന്ന കള്ളപ്പരാതികൾ നൽകിയ സ്ത്രീകൾക്കെതിരെ ഒരു നിയമ നടപടിയുമില്ല, പുരുഷ കമ്മീഷൻ ഇല്ല എന്ന് രാഹുൽ പറഞ്ഞതിനുള്ള മറുപടി. രണ്ട്, ഈ സൈബർ ഇടങ്ങളിൽ ഒരിടത്തും ഈ പറയുന്ന ബോച്ചയെ പിന്തുണച്ചുകൊണ്ട് ഒന്നും വന്നില്ല, ബോച്ചയെ ചെയ്തത് തെറ്റാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്ന് രാഹുൽ പറയുന്നതിലാണോ സത്യം? രാഹുൽ ഈശ്വർ എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിലെ കമൻസുകളൊന്നും കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും എനിക്കതിൽ പറയാനുള്ളത്. ഒരു കാര്യം, കാരണം നിരവധി കമൻറ്റുകൾ ആ സ്ത്രീയെ, ഈ പരാതി കൊടുത്ത ഒരു സ്ത്രീയെ വീണ്ടും വീണ്ടും എന്താ പറയുക, ഈ രാഹുൽ ഈശ്വരൻ എത്ര പ്രാവശ്യം ചാനലുകളിൽ വന്നിരുന്ന് അവരെ ബോഡി ഷേമിങ്ങിന് വിധേയമാക്കി, അവരെ എത്രത്തോളം അപമാനിച്ചു. ഇത് ഹണി റോസ് നൽകിയ പരാതിയിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഭാരതീയ നിയമത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രമേ അവർ ധരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഫീമെയിൽ വേർഷനായ അഡ്വക്കേറ്റ് നിഷയും ഇവിടെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും വിവരവും വിദ്യാഭ്യാസമുള്ള ഇവര് കാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ നമ്മൾ കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് നിഷ ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം ഈ ബോച്ചെ എന്ന് പറയുന്ന നിഷ അഡ്വക്കേറ്റ് അല്ല ഷഹനാസ്, ഡോക്ടർ നിഷ, പബ്ലിക് പോളിസി വിദഗ്ധ. ഓക്കെ, പറയുന്നത് തെറ്റല്ല എങ്കിൽ എന്തുകൊണ്ട് കോടതി നിങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ആളുകൾ പോകുന്നു? എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ നിങ്ങൾക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയുന്നു? നിങ്ങൾ വ്രണപ്പെടുത്തുന്നത് കേരളത്തിലെ ഒരുപാട് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങൾ പറയുന്നു ബോച്ചെ ഒരൊറ്റ ആളോട് മാത്രമേ ഒരു വാക്ക് മാത്രം പറഞ്ഞതിന്റെ പേരിൽ ബോച്ചെ ജയിലിൽ കിടക്കണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ഈ ബോച്ചയെ ഇത്രയും കാലം നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര കാലമായി അയാൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരോടും അശ്ലീലം പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് നാണമില്ല ഈ ബോച്ചയെ ന്യായീകരിക്കാൻ? എന്ത് തെറ്റ്? രാഹുൽ ഈശ്വർ, ഞാൻ വളരെ മാന്യമായി വസ്ത്രം ധരിച്ച സമയത്ത് എന്നോട് ബോച്ചെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക? അനുഭവിച്ചിട്ടുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് പുറത്തു നിന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, മാന്യമായി നിങ്ങളാണ് പറയുന്നത്, വസ്ത്രത്തിന്റെ മാന്യത നിങ്ങളാണ് പറയുന്നത്. ഓരോ വ്യക്തിയും നിങ്ങൾ കുറെ കാലം തലയിൽ ഒരു ചുറ്റിയിട്ട് നടന്നിരുന്നല്ലോ. ഞങ്ങൾക്ക് അത് വളരെ ബോറായി തോന്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കോ? നിങ്ങൾ പല ബാക്കിയുള്ള സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? ബാക്കിയുള്ള സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങളൊക്കെ നിങ്ങളുടെ ഓരോ വസ്ത്രധാരണം നടത്തുന്നു. ഈ പറയുന്ന ബോച്ചെ അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്തുന്നു. ഇവിടെ ആരെങ്കിലും അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇവിടെ ഭാരതത്തിന്റെ നിയമം അനുസരിച്ച് വസ്ത്രം ധരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഈ പ്രതികരണം നടത്തിയിട്ടുള്ള ആളുകളും. ഈ ഇപ്പൊ പരാതി കൊടുത്തിട്ടുള്ള ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള വ്യക്തി ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ് പരാതി കൊടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി നീതി ലഭിക്കും. പരസ്യമായിട്ട് സദസ്സിൽ ഇരുന്നിട്ട് അപമാനിക്കുകയാണ്. നമുക്ക് ചില സമയത്ത് ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഇതൊന്നും കേൾക്കാതിരിക്കണമെങ്കിൽ സ്ത്രീകൾ അടുക്കളയിൽ ഭക്ഷണവും കറിയും വെച്ച് ഇരിക്കണം എന്നതാണ് എങ്കിൽ എന്തിനാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് ഇപ്പൊ നവോത്ഥാനം പറഞ്ഞ സ്ത്രീകളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? വന്നു കഴിഞ്ഞിട്ട് അവരുടെ വസ്ത്രധാരണം, സ്ത്രീകൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ശാരീരിക ടൂളാണ്. എന്ത് അനാവശ്യം വേറെ ആര് പറഞ്ഞാലും സ്ത്രീകളുടെ ശരീരവും അതിനെ ഒരു ടൂളാക്കിക്കൊണ്ട് സംസാരിച്ച് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ രാഹുൽ ഈശ്വർ ശ്രദ്ധിക്കുന്നത് വളരെ സഹതാപമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.